ഇന്ന് ലോകത്തേറെ ചർച്ച ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. അനേകം സെമിറ്റിക് മതങ്ങൾ ഇന്ന് ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പല നാടുകളിലും പലരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇത്രയേറെ സ്വീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് സർവ്വ മതങ്ങളുടെയും ശത്രുഭാഗത്ത് ഇസ്ലാം ആവാനുള്ള കാരണം. ഒരു കാലത്ത് ഇസ്ലാമിനെ പരിഹസിക്കുകയും മുസ്ലിമീങ്ങളെ ഭീകരവാദികളാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർഗീയവാദിയാക്കി പല ഡോക്യുമെന്റുകളും സിനിമകളും ഇറക്കിയ ജൂതന്മാര് പോലും ഇന്നാ ഇസ്ലാമിന്റെ തണലിലേക്ക് വന്ന് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളത് ഈ മതത്തിന്റെ പ്രസക്തി ഏത് കാലഘട്ടവും നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്തരത്തിൽ വ്യാപിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിനെ സ്നേഹിക്കാനുള്ള കാരണം? ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരം മാത്രമേയുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സർവ്വരംഗത്തും അവൻ ജനിക്കുന്നത് മുതൽ 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഏക മതം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാ ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്ന സഹാബത്തിനോട് മറ്റു ചില ശത്രുക്കൾ വന്ന് ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടല്ലോ. നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയാൽ കഴുകണം, നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കല്ലുകൾ എടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മര്യാദ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രവാചകൻ? അന്ന് മക്കയിലിരിക്കുന്ന സഹാബാക്കൾ എല്ലാവരും പറഞ്ഞു, അതെ, ഞങ്ങളെ റസൂല് ഞങ്ങളെ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഉടനെ ആ ശത്രുക്കൾ ചോദിച്ചു, ഇതെന്തു മതം? ഒരു മനുഷ്യന്റെ മലമൂത്ര വിസർജന രംഗത്ത് കാണിക്കേണ്ട മര്യാദകൾ പോലും പഠിപ്പിക്കുന്ന ഈ മതം എന്തു മതം എന്നവർ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും പിൻകാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈ ഉയർച്ചയുടെ മൂല്യങ്ങളിൽ പലതും ജൂതന്മാര് പോലും അംഗീകരിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എക്കാലഘട്ടത്തിലും പേച്ചു പോകുന്ന വിഭാഗങ്ങൾക്ക്, ലക്ഷ്യം തെറ്റിപ്പോകുന്ന വിഭാഗങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമായിരുന്നു നേർവഴി കാണിച്ചിരുന്നത്. ജീവിതത്തിന്റെ ഏത് അധർമ്മത്തിലും അന്ധവിശ്വാസത്തിലും മറ്റേതൊക്കെ അനാചാരത്തിലും പെട്ടുപോയ ഏത് ജനതയുണ്ടോ ആ ജനതയ്ക്ക് മുൻപിൽ സത്യത്തിന്റെയും നീതിയുടെയും മൂല്യത്തിന്റെയും വാക്കുകൾ ഉറക്കെ സംസാരിക്കാൻ പറ്റുന്ന ഏക മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതറിയണമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ ജനതയെ അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയ അബ്ദുള്ള എന്നവന്റെയും ജീവിച്ചിരിക്കുന്ന ആമിന എന്ന സ്ത്രീയുടെ വയറ്റിൽ ജന്മം കൊടുക്കുന്ന കാലഘട്ടം. അന്ന് മക്കക്കാരെ പറ്റി പൊതുവെ അറേബ്യൻ നാടുകളിലുള്ള ഒരു കാഴ്ചപ്പാട് കള്ളുകുടിക്കണം, പെണ്ണുപിടിക്കണം, യുദ്ധം ചെയ്യണം, ഇത്രയേ ഉള്ളൂ അന്ന് മക്കക്കാരായ ബഹുഭൂരിപക്ഷ ഗോത്രങ്ങൾക്കും. അന്ന് മക്കയിൽ ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അസ്ലം ഗോത്രം, ബനു നദീർ ഗോത്രം, ഖുറൈശ് ഗോത്രം, ഹാഷിം ഗോത്രം. ഈ ഗോത്രക്കാരുടെ ഒരു സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ നിസാര പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് പരസ്പരം തമ്മിൽ, എന്നിട്ട് കൊന്നൊടുക്കപ്പെട്ടവന്റെ കഴുത്തുകളും കാലുകളും മരത്തിൽ കെട്ടി തൂക്കിയിടും. എന്നിട്ട് ആ എണ്ണത്തിന്റെ പേരിൽ, തലയുടെ എണ്ണത്തിന്റെ പേരിൽ അവരഭിമാനം കൊള്ളും. ഓരോ വീട്ടിലും കള്ളിന്റെ വീപ്പകളുണ്ട്. കള്ളിന്റെ വീപ്പയുടെ വലുപ്പമായിരുന്നു തറവാടിന്റെ മഹിമ. അന്നത്തെ കാലഘട്ടത്തിൽ കള്ളിന്റെ വീപ്പയിൽ ഒരു ഈച്ച വീണ് ചത്തപ്പോ ഇന്ന് നമ്മൾ മയ്യത്ത് കൊണ്ടുപോകുന്നത് പോലെ ഒരു പരന്ന പാത്രത്തിൽ ആ ഈച്ചയുടെ ചത്തുപോയ ശരീരമെടുത്ത് അവര് വിലാസ യാത്ര നടത്തിയിട്ടുണ്ട്. മക്കയിലെ ഉക്കാള ചന്തയുടെ നടുവിൽ കൊണ്ടുവച്ച ഈച്ചയെ കണ്ണുനീരോടെ ആ ഈച്ചക്ക് നേരെ നോക്കിയിട്ട് അവര് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവേ, ഞങ്ങളെയും നീ ഈച്ചയായി പടച്ചിരുന്നെങ്കിൽ
ഈ ഈച്ച കള്ളു കുടിച്ച് മരിച്ചതുപോലെ ഞങ്ങൾക്കും കുടിച്ചു മരിക്കാമായിരുന്നു. അത്രയേറെ കള്ളിനെ, മദ്യത്തെ, ലഹരിയെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത. അതിനേക്കാളേറെ ഭയാനകം ഇന്നത്തെ ലിബറൽ ചിന്താഗതികൾ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ പെണ്ണിനെ വേണം. ഇനി അതല്ല, ആണിനാണെങ്കിൽ ആണിനെ വേണം. വീടിന്റെ മുൻപുകളിൽ ആണും പെണ്ണും ഒരുമിച്ച് അവർക്കുള്ള ആവശ്യങ്ങൾ എഴുതി വെച്ചു. എനിക്ക് ഇന്നത്തെ രാത്രിയേക്ക് മാത്രം ഒരു പെണ്ണിനെ വേണം. ആ രാത്രി കഴിഞ്ഞാൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പം ആ പെണ്ണിനെ ഒഴിവാക്കും. ഇന്നതൊന്ന് പരിഷ്കരിച്ചിട്ട നവലിബറലുകൾ ഡേറ്റിംഗ് എന്ന പേരിൽ കേരളത്തിൽ അവതരിപ്പിച്ചത്. അങ്ങനെ പരസ്പരം കുടിച്ചും മതോന്മത്തരായി മദ്യവും മദിരാശിയും പെണ്ണുമായി ജീവിച്ചിരിക്കുന്ന ആ ജനതയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നു. ആ ജനിച്ചു വീണ തിരുദൂതന് ഇക്കണ്ട കാഴ്ചകളിലൊക്കെ മടുപ്പനുഭവപ്പെടാൻ തുടങ്ങി. ആ നാടുകളിൽ പേരുകെട്ടൊരു വിശ്വാസിയായി, സൽഗുണ സമ്പന്നനായി തിരുദൂതൻ മാറാൻ തുടങ്ങി. സർവർക്കും സുസമ്മതൻ, കുടിയില്ല, വലിയില്ല, പെണ്ണുപിടിയില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എല്ലാവരും കൂടി അദ്ദേഹത്തിനൊരു പേര് കൊടുത്തു, അൽ അമീൻ, വിശ്വസിച്ചേൽപ്പിക്കാം എന്തും. കാരണം ഇത്രക്ക് മൂല്യമുള്ള ഒരു മനുഷ്യൻ ഈ മക്കയിൽ വേറെയില്ല. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി. കച്ചവടത്തിന്റെ ആദ്യ കാര്യങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹിനെ കൂട്ടിക്കൊണ്ടുപോയി. പലരും തന്റെ മകൾക്ക് വേണ്ടി പ്രവാചകനെ, മുഹമ്മദിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ബീവി എന്ന നമ്മളെ ഉമ്മയെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അവിടെ അങ്ങോട്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ മാനസികമായി സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ജനത കാണിക്കുന്ന ഈ മൂല്യച്യുതിയിൽ വല്ലാതെ സങ്കടപ്പെടാൻ തുടങ്ങി. ഹിറാ ഗുഹയിൽ അഭയം തേടുകയും 40-ാമത്തെ വയസ്സിൽ ജിബ്രീൽ വരികയും ഇഖ്റ എന്ന പാഠത്തോടുകൂടി ഇസ്ലാമിന്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. അന്ന് ആ ഇഖ്റ എന്ന വാക്കും കേട്ട് ഹിറാ ഗുഹയിൽ നിന്നും താഴത്തെ കോടിക്കതച്ചു വന്ന തിരുദൂതനെ സമ്മിലൂനി യാ ഖദീജ എന്ന് പൊട്ടിക്കരയുമ്പം പിടിച്ച മടിയിൽ കിടത്തിയ ആ നിമിഷം മുതൽ ഇസ്ലാമിന്റെ പടയോട്ടം ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കെട്ടിയ പെണ്ണിന്റെ മുഖത്തുള്ള സന്തോഷത്തിന്റെ സ്ഥാനത്തെ മനുഷ്യർക്ക് മുൻപിൽ വരെ താങ്കൾക്ക് പരിചയപ്പെടുത്താൻ, എടുത്തു കാണിക്കാൻ, താങ്കൾക്ക് മഹത്തരമാക്കാൻ, മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നെഞ്ചും വിരിച്ച് ഇസ്ലാമിന്റെ തണലിലേക്ക് വന്ന ഈ ഉമ്മത്തുണ്ടല്ലോ റസൂലേ, കുൻതും ഖൈറ ഉമ്മ, ഈ സൂര്യന് താഴെ പടച്ച റബ്ബ് സൃഷ്ടിച്ച ഏറ്റവും പുണ്യമാക്കപ്പെട്ട ജനതയാണെന്ന് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ആ ജനതയെ മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. എങ്ങനെ സാധിച്ചു? ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രിപ്പൊടികൈകളോ മാന്ത്രിക വിദ്യയോ കാണിച്ചിട്ടല്ല. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നേർക്കുനേരെ സംസാരിച്ചു. കാരണം ഹൃദയം അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലുള്ളതാണ്. അതിളകും. അത് മാവിന് കുഴക്കുന്നത് പോലെ നിങ്ങൾക്ക് പാകപ്പെടുത്താൻ പറ്റണം. അവനവന്റെ മനസ്സിനെപ്പറ്റി ആദ്യമായിട്ടൊരു ബോധമുണ്ടാക്കി കൊടുത്തു. എന്റെ മുൻപിലിരിക്കുന്ന നമ്മളോടും എനിക്ക് പറയാനുള്ളത് ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ആസ്വദിച്ച് അഭിപ്രായ പ്രകടനം നടത്തി ഓന്റെ പ്രസംഗം ഭയങ്കര പ്രസംഗമായിരുന്നു എന്ന് കേൾപ്പിക്കാനല്ല ഒരു മുജാഹിദുകാരനും ഇക്കാലഘട്ടം വരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഫാൻസുകളുടെ 100 ലൈക്കിനും ഷെയറിനും വേണ്ടി ഒരാളും തങ്ങിച്ചിട്ടില്ല. മറിച്ച് കേൾക്കുന്ന കാര്യങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കണം. കാരണം ജീവിതം ഒരു യാത്രയാ. 40 കഴിഞ്ഞവരെ ഇനിയൊരു 40 കിട്ടിക്കൊള്ളണമെന്നില്ല. 50 കഴിഞ്ഞവരെ ഇനിയൊരു 50ലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. 60 കഴിഞ്ഞവരെ 120 പടച്ചോൻ ഈ അടുത്ത കാലത്തൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. യാത്രയാകുന്ന കബറിലേക്കുള്ള ജീവിതത്തിൽ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ എന്ന് കുടുംബക്കാരും ബന്ധുക്കളും 10-15 മിനിറ്റ് ചൊല്ലിവെച്ച് അള്ളാഹുവിന്റെ മണ്ണിൽ നിന്നും തിരിച്ചു നടക്കുമ്പോ അവസാനത്തവനും കാലടിയുടെ ശബ്ദം ആ കബറിൽ കേട്ട് വെപ്രാളപ്പെടുമ്പം ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരുന്ന മലക്കുകൾക്ക് മുൻപിൽ ഭയചകിതനായി കണ്ണു നിറഞ്ഞ് വെപ്രാളപ്പെട്ട് പടച്ചോന്റെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുനീരോടെ ജീവിക്കണ്ട എങ്കിൽ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. മാറ്റം അനിവാര്യമാവണം. നാളത്തെ കബറിൽ എന്റെ സമാധാനം എനിക്കേ കണ്ടെത്താൻ പറ്റൂ എന്നോരോരുത്തരും ചിന്തിക്കണം. നമസ്കാരപ്പായയിൽ നിന്ന്
ഹൃദയം തൊട്ടൊരു ഭാര്യ പ്രാർത്ഥിച്ചാലും, ഹൃദയം തൊട്ടൊരു മക്കൾ പ്രാർത്ഥിച്ചാലും, മറ്റെന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്താലും മനസ്സിനെ ശുദ്ധീകരിക്കാതെയാണ് അള്ളാന്റെ മണ്ണിലേക്ക് മടങ്ങുന്നതെങ്കിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ദുഃഖമുണ്ടാകാം ഈ ലോകത്ത്, നമുക്ക് പരാതികൾ ഉണ്ടാവാം ഈ ലോകത്ത്. പക്ഷേ ഈ ലോകത്ത് പോലും പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, എന്തും റബ്ബിന്റെ പരീക്ഷണമാണെന്നും എനിക്കെന്റെ റബ്ബ് തന്നതേയുള്ളൂ എന്നും ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, നിങ്ങൾക്ക് സ്വൈരവും സന്തോഷവും വേണമെങ്കിൽ നിങ്ങൾ റബ്ബിന്റെ മാർഗത്തെ പിന്തുടരണം. എങ്കിൽ അള്ളാഹു ക്വാളിറ്റിയോട് ഉണർത്തുന്നു, ആ മാർഗം സ്വീകരിച്ചവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു വാക്ക്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല, ഭയപ്പെടേണ്ടി വരികയില്ല. ഭയപ്പാടില്ലാതെ ദുഃഖങ്ങളില്ലാത്തൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ, ആ റബ്ബ് കാണിച്ചു തന്ന ആ മാർഗത്തെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിച്ചാൽ അതേ ഉത്കൃഷ്ട സമൂഹത്തിലേക്ക് അള്ളാഹു നമ്മളെയും കൊണ്ടെത്തിക്കും, ചേർത്ത് നിർത്തും. ആ മാർഗം സ്വീകരിക്കലാണ് ജീവിതത്തിന്റെ വിജയം. പക്ഷെ ഇന്നെന്തോ നമ്മളിൽ പലർക്കും തോന്നി, ആരാ വിജയിച്ചവൻ? ഏകദേശം 25-ാമത്തെ വയസ്സിൽ പാലത്തു നിന്നോ പള്ളിപ്പോയിൽ നിന്നോ ഗൾഫിലേക്ക് ചെന്ന് 2.5 കൊല്ലം കൊണ്ട് നാട്ടിലൊരു 10 സെന്റ് സ്ഥലവും ഒരു വീടും വെക്കുന്നവനെ നോക്കിയിട്ട് നമ്മൾ പറയും, ഭാഗ്യവാൻ, ജീവിതത്തിൽ ജയിച്ചോനാ. അതല്ലെങ്കിൽ പഠിച്ച് ഡിഗ്രി നേടി ഏതോ രാജ്യത്ത് 6 അക്ക ശമ്പളം വാങ്ങി മക്കളെയും കുടുംബത്തെയും ആ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോയി അതിഥിയെപ്പോലെ ഇടക്കിടക്ക് നാട്ടിൽ വന്ന് കുടുംബക്കാരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തുന്നവനെ നോക്കിയിട്ട് പറയും, ഭാഗ്യവാൻ, വിജയിച്ചവനാ ജീവിതത്തിൽ. അതല്ലെങ്കിൽ 5ഉം 6ഉം മക്കളുണ്ടായിട്ടും ഒരല്ലലും അലട്ടലുമില്ലാതെ ആ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട വാപ്പാരെ നോക്കിയിട്ട് ചിലർ പറയും, ഭാഗ്യവാൻ, ഒരു ബാധ്യതയില്ലാണ്ട് കെട്ടിച്ചു വിടാൻ പറ്റിയില്ലേ. ഇതാ നമ്മളെ ഭാഗ്യം. അത്യാവശ്യം പണമുണ്ടാകല് ഭാഗ്യ, തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഭാഗ്യ, വിജയ. അതുകൊണ്ട് ആ പണമുള്ളോനെ ഇന്ന് വിജയിച്ചിട്ടുള്ളൂ എന്ന് മക്കൾക്ക് പോലും തോന്നിയത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വളർന്നുകൊണ്ടിരിക്കുന്ന എത്ര ചെറുപ്പക്കാരാ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത്, നല്ലൊരു ജോലി ഇല്ലാത്തതിന്റെ പേരിൽ മനസ്സ് മുരടിച്ച് ജീവിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാർ 18. എന്തുകൊണ്ടാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വയലിന്റെ കുറവല്ല, മദ്രസയിൽ പോകാത്തതിന്റെ പേരിലല്ല, മറിച്ച് മക്കൾക്കും തോന്നിത്തുടങ്ങി പൈസ ഉണ്ടെങ്കിൽ ഓൻ വിജയിച്ചവനാ. അത്യാവശ്യം പണമുണ്ടാക്കുന്നവനെ ചൂണ്ടിയിട്ട് പറയും, അവനെ നോക്ക്, ഓൻ 2 കാലിൽ നിന്ന് ഓൻ സ്വന്തമായിട്ട് പറമ്പ് വാങ്ങി, ഓൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി. ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊരു വാപ്പാരും ചിന്തിക്കലില്ല, ഒരു നാട്ടുകാരനും അന്വേഷിക്കലില്ല. ആരൊക്കെയോ മണി ചെയിനിൽ കൂട്ടി ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത് വിജയമല്ല. അതുകൊണ്ട് തന്നെയാ ഇന്നത്തെ തലമുറയോട്, യുവാക്കളോട് പറയണം, ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കലല്ല, അതല്ലെങ്കിൽ കുടുംബത്തിന്റെ മുൻപിൽ ഞെളിയാൻ വേണ്ടിയിട്ട് ആരെയും പറ്റിച്ച് മുതലുണ്ടാക്കലുമല്ല. ഇന്ന് അങ്ങനെയാ ചിലർക്ക് പണം ഉണ്ടായാൽ ഓൻ വിജയിയായി കഴിഞ്ഞു, പദവി ഉണ്ടായാൽ ഓൻ ജയിച്ചോനാ. നാട്ടിൽ അത്യാവശ്യം പേരുകേട്ട ഒരു പദവി ഉണ്ടെങ്കിൽ, തരക്കേടില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിന്റെ പേരുകേട്ട ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓൻ വിജയിച്ചോനാ. മറ്റു ചിലർക്ക് സൗന്ദര്യ, അത്യാവശ്യം വെളുപ്പും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവനും നാട്ടുകാരെ കണ്ണിൽ വിജയിച്ചോനാ. ഏതെങ്കിലും വാപ്പാക്ക് കറുത്ത് ഇരുനിറത്തിലുള്ള മക്കളുണ്ട്, ആ വാപ്പാനോട് നാട്ടുകാർക്ക് ബേജാറ്, വാപ്പക്ക് ബേജാറില്ലെങ്കിലും നാട്ടുകാർക്ക് ബേജാറ്. ഒന്റെ മക്കളൊക്കെ കറുത്തുപോയി, ഒന്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു ഇരുനിറ. ഇതാ ഇന്നത്തെ കാലഘട്ടം. ഇതാണോ വിജയം? പണമുണ്ടാവലാണോ വിജയം? അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര പേര് മനസമാധാനത്തിൽ ജീവിക്കണം? 6000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ നടുമുറ്റങ്ങളിൽ പോലും മൊസൈക്കിന്റെ തറ വിരിച്ച് റിമോട്ട് കൺട്രോൾ വീടുണ്ടാക്കി അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന എത്ര പേർക്ക് സ്വൈര്യമുണ്ട്? AC റൂമിനുള്ളിൽ ശീതീകരിക്കപ്പെട്ട കട്ടിലിന്റെ മേലെ 6 അടി തേക്കിന്റെ കട്ടിൽ അങ്ങ് നിലമ്പൂരിൽ ചെന്ന് കൊത്തുപണികൾ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് 35,000 രൂപന്റെ കുഷ്യനുള്ള കിടക്കിട്ട് കിടക്കുന്ന എത്ര കിടക്കിന്റെ മേലെ സ്വൈര്യത്തിൽ ആള് കിടക്കുന്നുണ്ട്? എത്ര കുടുംബത്തിൽ മനസമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്? അതുകൊണ്ട് തന്നെയാ പണമല്ല മനുഷ്യരെ മുഖ്യം. പണത്തിന് നമുക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്നല്ലാതെ നമ്മളെ സന്തോഷം കൊണ്ടെത്തരാൻ പറ്റൂല. അതുകൊണ്ടാ ഇന്ന് കേരളക്കരയിലെ കോടീശ്വരനായിരുന്ന MA യൂസുഫ് അലി സാഹിബിന്റെ വാപ്പ അപകടത്തിൽപ്പെട്ടപ്പോ
അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പറഞ്ഞ വാക്ക് ഇന്നും അദ്ദേഹം കണ്ണുനീരോടെ പറയുന്നുണ്ട്. എന്റെ സ്വത്ത് മുഴുവനും ഞാൻ കൊടുക്കാം, എനിക്ക് എന്റെ വാപ്പാനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞൊരു മറുപടി, 750 ഉറുപ്പ്യന്റെ ചെലവേ ഉള്ളൂ, വാപ്പാന്റെ മയ്യത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാന്ന. പണമല്ല മനുഷ്യരെ മുഖ്യം, പദവിയാണോ മുഖ്യം? അത്യാവശ്യം സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ അതൊരു വിജയായോ? ഞാനൊക്കെ പറയാറുണ്ട്, ഞാൻ കാരക്കുന്നത്ത് മഹലിന്റെ പ്രസിഡന്റാ. എല്ലാവരും കൂടി നമ്മളെ അങ്ങോട്ടാക്കും, കിട്ടിയാൽ തിരക്കേടില്ലാന്ന് നമ്മളിൽ ചിലർക്ക് തോന്നുകയും ചെയ്യും. ആ ഏറ്റെടുത്ത ഭാരവാഹിത്വത്തിന്റെ ഗുണവും ദോഷവും ഈ ലോകത്തൊരാളും ചോദിക്കൂല. പക്ഷേ നാളെ എന്റെ സ്വർഗം തടയുന്നത് എന്റെ തലയിൽ എന്റെ നാട്ടുകാർ എടുത്തു വെച്ച ബാധ്യതയായിരിക്കും. കാരണം സഹാബത്തിന്റെ മുഖത്ത് നോക്കി ഒരിക്കൽ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, മൽ ഇമാറ, എന്താ അധികാരം, എന്താ പദവി? നിങ്ങളൊരു വിഭാഗത്തിന്റെ സെക്രട്ടറി അല്ലേ? നിങ്ങളൊരു പള്ളിന്റെ ഖജാൻജിയല്ലേ? നിങ്ങളൊരു നാട്ടിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാരവാഹിയല്ലേ? എന്താ മൽ ഇമാറ, എന്താണ് പദവി എന്ന് പറഞ്ഞാൽ? സഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, ഞങ്ങൾക്കറിയൂല റസൂലേ, അത് നിങ്ങൾക്കേ അറിയൂ. അള്ളാഹുവിന്റെ തിരുവന്റെ മുഖത്തേക്ക് സഹാബത്ത് നോക്കി നിൽക്കുമ്പം പ്രവാചകൻ തിരിച്ചു പറഞ്ഞ ഒന്നാമത്തെ മറുപടി, അവ്വലുഹ നിദാമത്തുൻ, അതൊരു ഖേദമാ മനുഷ്യരെ, അതൊരു ഖേദമാ. നിങ്ങളെ നാട്ടുകാര് നിങ്ങളെ തലയിൽ വെച്ച് തന്ന ഖേദിക്കേണ്ട ഒരു മുൾക്കിരീടമാണത്. നാളെ പരലോകത്ത് നിങ്ങൾക്കതൊരു ഖേദമാക്കാൻ നിങ്ങളെ നാട്ടുകാര് നിങ്ങൾക്ക് അണിയിച്ചു തന്ന ഒരു കിരീടമാണത്. വസാനീഹ, രണ്ടാമത്തേത്, അതൊരു അപമാനമാ. ഇക്കണ്ട മനുഷ്യരിൽ പലരും പള്ളിപ്പഴലും നന്മണ്ടയും അവനാന്റെ ഇബാദത്തിനെ പറ്റി പറഞ്ഞു പോകുമ്പോ ഒരു ഭാരവാഹിത്വവും പദവിയും കിട്ടിയ നിങ്ങളെ അള്ളാഹു മാറ്റി നിർത്തും. നീ ഇന്ന സംഘടനന്റെ ആളല്ലായിരുന്നു, നീ ഇന്ന പള്ളിന്റെ ആളല്ലായിരുന്നു. അങ്ങനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യപ്പെടുമ്പം അപമാനം കൊണ്ട് തലകുനിക്കേണ്ട ഒരു കിരീടം മാത്രമാ പദവി. ആ പദവിയെ നിങ്ങൾ സ്നേഹിക്കേണ്ട. ഇനി സൗന്ദര്യാണോ? ലോകത്തെ വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തി ഈ കാണുന്ന പവറൊക്കെ ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഹൃദയമുള്ളപ്പം മാത്രമേ ഉള്ളൂ. മരിച്ച് ആ 4-ാമത്തെ മണിക്കൂറിനുള്ളിൽ നമ്മളെ ശരീരം അതിന്റെ ലക്ഷണം കാണിച്ചൊടുക്കും. മയ്യത്തിന്റെ ലക്ഷണം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 4 മണിക്കൂറിലധികം ഒരു മയ്യത്ത് തുറന്നു വെക്കാറില്ല. ആൾക്കാർക്ക് വേണ്ടതെന്താ? അങ്ങനെ പൊട്ടിത്തെറിക്കാത്ത, അതല്ലെങ്കിൽ കേടുപാടുകൾ വരാത്ത ഏതെങ്കിലും അത്തരത്തിൽ വെക്കപ്പെടുന്ന ഒരു മോർച്ചറി വേണം. മൊബൈൽ മോർച്ചറികൾ വ്യാപക. എന്തുകൊണ്ട്? ഇന്ന് ഈ ശരീരത്തിൽ രക്തങ്ങളുണ്ട്. ആ രക്തം ഞാൻ സംസാരിക്കുമ്പം തന്നെ കിഡ്നിയിൽ നിന്നും ശുദ്ധീകരിച്ച് എന്റെ ഈ വിരലിന്റെ നടുവകത്ത് വന്ന് തിരിച്ചു പോകുന്നുണ്ട് എന്റെ കിഡ്നിക്ക് തന്നെ. ഓരോ സെക്കൻഡിലും 1000കണക്കിന് തവണ എന്റെ ഞരമ്പുകളിലൂടെ രക്തം പരക്കം പായുന്നുണ്ട്. ആ രക്തത്തിന് ഓടാനുള്ള കഴിവെന്റെ ജീവനാ, എന്റെ ശ്വാസമാ, എന്റെ റബ്ബ് എനിക്ക് തന്ന ജീവനാ. എന്റെ ജീവൻ ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലാണ്ടായിപ്പോയാൽ എന്റെ ശരീരത്തിന്റെ രക്തോട്ടത്തിന്റെ വേഗത കുറയും. 3-4 മണിക്കൂറിനുള്ളിൽ രക്തം അങ്ങനെ തിങ്ങി നിൽക്കും. ഓടാൻ കഴിവില്ല, പ്രസരിക്കാൻ കഴിവില്ല. അവസാനം രക്തത്തിന് പുറത്ത് ചാടണം. ആ ചാടുന്നത് ആ മരിച്ച മയ്യത്തിന്റെ ചെവിക്കൂടെ മൂക്കുകൂടെ നമ്മൾ കാണുന്നു. ആ രക്തം കാണുമ്പോഴേക്കും നമുക്ക് ബോധ്യപ്പെടും, ഇനി മണക്കാൻ തുടങ്ങും, വേഗം കൊണ്ട് ചടക്കണം. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് തിരിച്ചു പോരുമ്പം ലോകത്തുള്ള വൈദ്യശാസ്ത്രം പറഞ്ഞു, 2-ാമത്തെ 24 മണിക്കൂറിനുള്ളിൽ ഗന്ധം ആരംഭിച്ചു തുടങ്ങും, മണത്തു തുടങ്ങും. 24 കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ ശരീരത്തിന്റെ വയറ് വീർത്ത് വരാൻ തുടങ്ങും. 48 കഴിഞ്ഞ് 56-ാമത്തെ മണിക്കൂറിൽ ഒരുപക്ഷെ വയറ് വീർത്ത് പൊട്ടും. പിന്നീട് അങ്ങോട്ട് ശരീരത്തിൽ ആഴ്ചകൾക്കുള്ളിലല്ല, മണിക്കൂറുകൾക്കുള്ളിൽ പുഴുക്കൾ വന്നടിയും. എവിടെന്നാ കവറിൽ പുഴു? നമ്മുടെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ചത്തുകിടക്കുന്ന ഒരു പാറ്റന്റെ ശരീരത്തിലും എലിയുടെ ശരീരത്തിലും എവിടെന്നാ പുഴു? ഏതെങ്കിലും ഒരു റോട്ടിലൂടെ പുഴുക്കൾ കയറി വന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ചത്ത ജീവിയുടെ ശരീരത്തിൽ കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വെക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഭംഗിയുള്ള ഒരു ആപ്പിളിലോ മുന്തിരിയിലോ മാങ്ങയിലോ മാവും വന്നും പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള പുഴു ആര് കുത്തിവെച്ചത്? ശരീരത്തിൽ നിന്നും പുഴുക്കൾ അടയ്ക്കാൻ തുടങ്ങും. മണ്ണോട് മണ്ണ് ചേർന്ന് ആഴ്ചകൾ തിരിയുന്നതിന്റെ ഇടയ്ക്ക് 4-ാമത്തെ ദിവസം നഖങ്ങൾ ഈകാൻ തുടങ്ങും. 5-ാമത്തെ ദിവസം ശരീരത്തിന്റെ എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ വേർപെട്ടു തുടങ്ങും. 6-ാമത്തെ ദിവസം മനുഷ്യരെ ഒരു മനുഷ്യനാണെന്ന തിരിച്ചറിവില്ലാത്ത നിലയ്ക്ക് കണ്ണുകൾ നേരെ താഴേക്ക് വീണുപോകും. അതല്ലേ റബ്ബ് പഠിപ്പിച്ചതും? സൗന്ദര്യമാണോ അഹങ്കാരം? അല്പം വെളുപ്പുണ്ടായതാണോ അഹങ്കാരം? അതുകൊണ്ട് ആ താഴെ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ,
അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 2-3 ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട്. അത്രയുള്ളൂ, സൗന്ദര്യത്തിന് അത്ര പദവിയുള്ളൂ. പക്ഷേ പണമോ പദവിയോ സൗന്ദര്യമോ ഉപകാരപ്പെടാത്ത, മനുഷ്യന് സമാധാനം നൽകുന്ന ഏക വിഷയം അലാ ബിദിക്രില്ല, അലാ ബിദിക്രില്ല. വാപ്പാന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു ബീജമായിരുന്ന നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിൽ അള്ളിപ്പിടിക്കുന്ന അലക്കയോട് കൂട്ടിയോജിപ്പിച്ച് മാംസപിണ്ഡമാക്കി എല്ലുകൾ നൽകി വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ് ഈ കാണുന്ന ഭംഗിയിലും പവറിലും നിന്നെ കൊണ്ടുവന്ന നിന്റെ നാഥൻ, നിന്റെ ഉമ്മാന്റെ ഉദരത്തിൽ സ്ഥാനം കൊടുത്ത നാഥൻ, നിന്റെ തല പുറത്തേക്ക് വരുന്ന രീതിയിൽ നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന നാഥൻ, പുറത്തേക്കെത്തുന്ന നിന്നെ വാരിപ്പിടിച്ച് ചുംബിക്കുന്ന വാപ്പയെ കുടുംബത്തെത്തുന്ന നാഥൻ, ഉമ്മാന്റെ അകിടുകളിൽ ഉമ്മാന്റെ മുലപ്പാലുകൾ ഒരുക്കിക്കൊടുത്ത് നിന്റെ നാവുകളിലേക്ക് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിന്റെ ഭക്ഷണം ഒരുക്കി തന്ന നാഥൻ, മാതാവിന്റെ പൊക്കിൾ കൊടിയിൽ നിന്നും നിന്റെ പൊക്കിളിലേക്ക് ജീവൻ തന്ന നാഥൻ, വായു തന്ന നാഥൻ, കാത്തിരിക്കുന്ന വാപ്പാന്റെ മുൻപിൽ ഒരായുസ് മുഴുവൻ സ്നേഹിക്കാൻ നിന്റെ പിതാവിനെ ഒരുക്കി തന്ന നാഥൻ, ആ നാഥനെ അലാ വിധിക്കില്ല. ആ റബ്ബിനെ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തതയുണ്ടാകും, അവന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആ സ്മരണയാണ് ഉത്കൃഷ്ട സമൂഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. നമ്മളൊരു നല്ല സമൂഹമാകുന്നത് റബ്ബിനെ സ്മരിക്കുമ്പോഴാണ്. ആ സ്മരണയാ നമ്മളിൽ നിന്നില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും. നമസ്കരിച്ച് സലാം വെട്ടുന്നവന് 5 കാര്യം നാഥന്റെ മുൻപിൽ മനസ്സൊന്നു പറയാൻ നേരല്ല. കണ്ടിട്ടില്ലേ നമ്മൾ? സലാം വീട്ടി ഇമാമൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു ഭാഗം കൊഴിഞ്ഞുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ജീവൻ തന്ന റബ്ബ് നിങ്ങളെ കാത്തിരിക്കുകയാ, നിങ്ങളുടെ ദുആകൾ കേൾക്കാൻ. റബ്ബിന് ഏറ്റവും ഇഷ്ടം എന്താ? നമ്മൾ നോമ്പൊൽക്കലും ദിക്ർ ആ രീതിയിലുള്ള ഏതെങ്കിലും ഹജ്ജയ്യലും മാത്രമല്ല. എന്റെ അടിമ എന്റെ നേരെ കൈനീട്ടല. അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. എന്റെ അടിമകൾ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നും ആരുമറിയാതെ ആ നമസ്കാര മുസല്ലയിലിരുന്ന് എന്റെ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ എന്നോട് സംസാരിക്കുമ്പോ, എന്നോട് പരാതി പറയുമ്പോ, എന്നോട് പാപമോചനം തേടുമ്പോ, എന്നെ ഓർത്തവന്റെ ഹൃദയം സങ്കടപ്പെടുമ്പോ, ചെയ്തുപോയ കുറ്റത്തിന്റെ പേരിൽ അവൻ കരയുമ്പോ, അവന്റെ ഓരോ കണ്ണുനീർ തുള്ളികളും കാണുമ്പം അല്ലാഹു പറയുന്നു, ഞാൻ അവന്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവന് സ്വൈര്യം കൊടുക്കും, ഞാൻ അവന് സമാധാനം കൊടുക്കും. കാരണം അത് കുറുക്കും. അവൻ എന്നെ ഓർത്തോന, അവൻ എന്നെ സ്മരിച്ചോന, അവൻ എന്റെ അരികിലേക്ക് സങ്കടം കൊണ്ട് പരാതി പറഞ്ഞവനാ. അതുകൊണ്ട് അത് കുറുക്കും, ഞാൻ അവനെ ഓർക്കും. ആ സ്മരണയാ ഇന്നില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നേരം വെളുത്ത് കിടക്കപ്പായെന്ന് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞെഴുന്നേൽക്കുമ്പം നമ്മൾ എന്തേ ചൊല്ലിയത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. റബ്ബേ, ഞാൻ മരിച്ചതായിരുന്നു റബ്ബേ. കാരണം ഉറക്കിൽ പടച്ചോൻ നമ്മൾ ആത്മാവിനെ കൊണ്ടുപോകും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ ലം തമൂതു ഫീ മനാമിഹാ. ഉറക്കിൽ അല്ലാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പിറ്റേന്ന് നേരം വെളുക്കുമ്പം ആ ആത്മാവിനെ അല്ലാഹു ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ആ കിട്ടിയ ശരീരം കൊണ്ട് സുബഹി ബാങ്ക് പള്ളിയിൽ ആർത്തു കൊടുക്കുമ്പം ഹയ്യാലസ്സലാ, വിജയത്തിലേക്ക് വരണേ, ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരണേ എന്ന് മാറി മാറി മുഅദ്ദിൻ വിളിക്കുമ്പം ആ ജീവൻ തിരിച്ചു കിട്ടിയ നമ്മൾ 1 കിലോ പോലും ഇല്ലാത്ത പുതപ്പ് ഒന്ന് മാറ്റി എഴുന്നേറ്റ് ഒന്ന് അംഗശുദ്ധി വരുത്തി മക്കളെ കൈ പിടിച്ച് അള്ളാന്റെ പള്ളിയിലേക്ക് വന്ന് അല്ലാഹു അക്ബർ, എന്റെ ജീവന് നന്ദി കാണിച്ചു റബ്ബേ എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് റബ്ബ് പറഞ്ഞതും വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. നബിയേ, അവർക്ക് അള്ളാനെ തിരിഞ്ഞിട്ടില്ല, അവർക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല നബിയേ.
അവരെന്നെ സ്മരിക്കേണ്ടതിന് പകരം അവർ മറ്റു പലതും ഓർത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ആദരിച്ചത് നമ്മളെയാ, മനുഷ്യരെയാ പടച്ചോൻ ആദരിച്ച്. അത് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ എത്ര ആദരിച്ചു. ഒരാൾ അല്ലെങ്കിൽ ഒരു മൃഗത്തെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ജനിപ്പിച്ച തന്റെ ആ പ്രസവിച്ച അതേ മക്കളിൽ നിന്ന് ആ തള്ള വീണ്ടും ഒരു പക്ഷെ ഇണചേരാം, ഗർഭം ധരിക്കാം. ആയുസ്സും കുറവാ. പൂച്ചകളെ നോക്കൂ, നമ്മൾ കൊടുത്താ കിട്ടിയാ ജീവിക്കുന്നവരാ. പക്ഷെ അല്ലാഹു നമ്മളോട് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും നിങ്ങൾക്ക് ഞാനതാ എല്ലാം ഒരുക്കി തന്നിരിക്കുന്നു, നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. വറസഖ്നാഹും മിൻ തയ്യിബാതി വഫല്ലൽനാഹും, തീർച്ചയായും ശ്രേഷ്ഠമാക്കപ്പെട്ട പലതും നിങ്ങൾക്ക് ഞാൻ കഴിക്കാനും തന്നു. ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഒരു ഉത്തമ സമൂഹമായി, ശ്രേഷ്ഠ സമൂഹമായി അള്ളാഹു നമ്മളെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ നമുക്ക് പറ്റിയൊരു അബദ്ധം? ആ റബ്ബിനെ നമ്മൾ തിരിച്ചംഗീകരിക്കുന്നിടത്ത് നമുക്ക് അബദ്ധങ്ങൾ പറ്റാൻ തുടങ്ങി. ആ റബ്ബിന് പകരം ദുനിയാവിന്റെ പിന്നാലെ നമ്മളിൽ പലരും ഓടാൻ തുടങ്ങി. അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ആത്മാർത്ഥമായൊരു വിശ്വാസം ഞാൻ നേടി, എനിക്ക് നല്ലൊരു ഈമാനുള്ള മനസ്സുണ്ടാക്കാൻ പറ്റി എന്ന് നാഥന്റെ മുൻപിൽ സ്വയം പറയാൻ അവകാശമുള്ള എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്? എന്റെ മടക്കം സമാധാനത്തോടെയാണ് എന്ന് ചിന്തിക്കാൻ സഹാബാക്കള് ആശ്വസിച്ചതും സമാധാനിച്ചതും ആ വിഷയത്തിലാ. അതുകൊണ്ടാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തെ കൺമുൻപിൽ കാണുമ്പോ സഹാബാക്കൾ കയറി ചെന്ന് നോക്കുമ്പോ കാണുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നതാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, മരിക്കാൻ പേടിയാണോ താങ്കൾക്ക്? അബൂ ഹുറൈറ പറഞ്ഞു, ഇല്ല, എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല. പിന്നെന്തിനാ അബൂ ഹുറൈറ താങ്കൾ കരഞ്ഞ്? വസ്സാദു ഖലീലുൻ, എന്റെ റബ്ബിനെ കാണിക്കാനുള്ള എന്റെ ഭക്ഷണം കുറഞ്ഞു പോയോ എന്നെനിക്കൊരു പേടി. ആരാ ഇത് പറയണത്? നിങ്ങൾ പൂച്ചകളെ വിട്ടേക്കണം എന്ന റസൂലുള്ളാന്റെ ഹദീസ് കേട്ട അന്നു മുതൽ ഒരു പൂച്ചയെ എപ്പോഴും തോളത്തെടുത്ത് സ്വയം പട്ടിണി കിടന്നിട്ടും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. തബൂക്കിന്റെ യുദ്ധക്കളത്തിൽ ദാഹിച്ച് തൊണ്ട പൊട്ടുന്ന സഹാബത്തിന് വെള്ളം കൊടുക്കാൻ കോർത്ത അമ്പുകൾക്ക് നടുവിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന അമ്പുകൾ വകവെക്കാതെ സഹാബത്തിന് വെള്ളം കൊടുക്കാൻ ഓടുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മരണഭയമില്ലാത്ത സ്വഹാബി. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ മരണത്തിന്റെ അവസാനത്തെ ശ്വാസപ്പടയുമ്പോ തിരുദൂതന് പല്ല് തേപ്പിക്കാൻ വേണ്ടി ഒരു കൊള്ളിക്കഷണം തന്റെ വാഗുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് നീക്കിക്കൊടുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന സ്വഹാബി. അള്ളാഹുവിന്റെ തിരുദൂതൻ മൂത്രമൊഴിക്കാനിരുന്ന കല്ലിൽ ചെന്ന് റസൂലുള്ള മൂത്രമൊഴിച്ച മണലിലേക്ക് മൂത്രമൊഴിക്കുന്ന അബൂ ഹുറൈറയോട് അള്ളാന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, റസൂലേ, അതിനും പടച്ചോന്റെ കൂലി ഉണ്ടെങ്കിലോ? അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് സ്വന്തം മകൾക്ക് വേണ്ടി ഭർത്താവിനെ കണ്ടെത്തിയത് മദീന പള്ളിയിൽ സുബ്ഹി നമസ്കാരമടക്കം 5 വക്തിനും കയറി വരുന്ന ഭാഗ്യഭാര്യ മരിച്ചുപോയി 2 മക്കളുള്ള ഒരു ചെറുപ്പക്കാരനെയാ. 2-3 ദിവസം ചെറുപ്പക്കാരനെ പള്ളി കാണാതായപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. വീട്ടിൽ ചെന്നപ്പോ കാണുന്നത് മരിച്ച ഭാര്യയെ, അഥവാ ആ ഭാര്യയ്ക്ക് ശേഷം തന്റെ മക്കളെ പൊതിഞ്ഞു പിടിച്ച് ജീവിക്കുന്ന ആ ചെറുപ്പക്കാരനെ. അദ്ദേഹത്തോട് ചോദിച്ചു അബൂ ഹുറൈറ, എന്റെ സഹോദര പള്ളിക്ക് വരാത്ത്? ആ ചെറുപ്പക്കാരന്റെ മറുപടി, എന്റെ ഭാര്യ 3 ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു, എന്റെ മക്കൾ ഇപ്പോ അനാഥമാ, അവര് നേരം വെളുക്കുമ്പോഴേക്കും ഉമ്മായെ ഓർത്ത് കരയാൻ തുടങ്ങും, അവരെ ഉപേക്ഷിച്ച് പള്ളിയിലേക്ക് വരാൻ എനിക്ക് പറ്റുന്നില്ല. ഒരക്ഷരം ശബ്ദിക്കാതെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി സ്വന്തം മകളുടെ കൈ പിടിച്ച്, സ്വന്തം മകന്റെ മകളുടെ കൈ പിടിച്ച് ആ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് ചെന്നു പറഞ്ഞു, എന്റെ പേരക്കുട്ടിയെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ മരിക്കുന്നതിന് മുൻപ് കരയുമ്പോ പറയുന്നത്, വസ്സാദു ഖലീലുൻ, എന്റെ കയ്യില് റബ്ബിനെ കാണിക്കാനുള്ള ഭക്ഷണം കുറവാ. പ്രിയപ്പെട്ടവരെ, എന്റെ ഇങ്ങളെയും കയ്യിൽ എന്താ ഉള്ളത്? എന്റെ ഇങ്ങളെയും കയ്യിൽ പടച്ചോന്റെ മുൻപിലേക്ക് കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? 5 മക്കളെ പഠിപ്പിച്ച വലിപ്പ കഥയല്ലേ ഉള്ളൂ? പേരക്കുട്ടികൾ റാങ്ക് വാങ്ങിയ കഥയല്ലേ ഉള്ളൂ? അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ മുൻപിൽ കൈ നീട്ടാതെ ഞാനും ഉണ്ടാക്കി 5 സെന്റ് സ്ഥലവും ആടിയൊരു പോരാ, ഇതല്ലേ ഉള്ളൂ? ഞാനും വാങ്ങി 2 ചക്രവാഹനം, ഞാൻ വിചാരിക്കേണ്ട ഒരു 4 ചക്രവാഹനം, ഇതൊക്കെ എനിക്ക് പടച്ചോൻ തന്നതാന്നുള്ള വലിപ്പല്ലേ ഉള്ളൂ? അല്ലാതെ എന്തേ ഇപ്പൊ റബ്ബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളത്? ആത്മാർത്ഥമായൊരു വിശ്വാസം, ഒരു ജീവിതം,
ഒരു സ്വഭാവം, ഒരു സാമ്പത്തികം, ഇതിലേതുമായിട്ട് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി